അസ്സലാമു അലൈക്കും. ഇന്നത്തെ മൈമൂൻസ് കിച്ചൻ റെസിപ്പി ചിക്കൻ കൊണ്ടാട്ടം മുളകും വറ്റൽ മുളകും പൊടിച്ചെടുത്ത് ഫ്രൈ ചെയ്ത ചിക്കനിലും ഗ്രേവിയിലും ഇട്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് വറ്റൽ മുളകും കൊണ്ടാട്ടം മുളകും മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാൻ 5-6 വറ്റൽ മുളകും കൊണ്ടാട്ടം മുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 1/4 കിലോ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് മുളകും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഓയിൽ ചൂടാക്കി അതിലേക്ക് കുറച്ചായി ഇട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിനായി ആവശ്യമായത് 15 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ സവാള, 4 പച്ചമുളക് അരിഞ്ഞത്, 5-6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, പിന്നെ വേണ്ടത് 2 തക്കാളി, ഗാർണിഷിനായി കുറച്ച് മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചത്. ഇതൊരു സോസ് മിക്സാണ്. 2 ടേബിൾ സ്പൂൺ വീതം സോയാ സോസ്, ഗ്രീൻ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസ് എന്നിവ മിക്സാക്കി വെച്ചതാണിത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുഞ്ഞുള്ളി, സവാള എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതലായി പോകരുത്, കാരണം ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിലും കൊണ്ടാട്ടം മുളകിലും ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് ലാസ്റ്റ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക്, തക്കാളി എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. സവാളയും തക്കാളിയും നന്നായി വഴന്നു വന്നാൽ അതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ച സോസ് ഒഴിച്ചു കൊടുക്കാം. സോസ് മിക്സായാൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നന്നായി മിക്സായാൽ ഇതിലേക്ക് പൊരിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നേരത്തെ ബാക്കി വെച്ച ക്രഷ്ഡ് മുളകും ചേർത്ത് നന്നായി മിക്സ് ആക്കണം. ഇനി ഈ സമയം വേണമെങ്കിൽ ഒരു മുറി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ അതും നോക്കി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ആക്കാം. ചെറിയ തീയിൽ നന്നായി മിക്സായാൽ അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില, പുതിനയില, കറിവേപ്പില, സ്പ്രിംഗ് ഓണിയൻ എന്നിവ ചേർത്ത് എല്ലാം യോജിപ്പിച്ച ശേഷം 5 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഗ്രേവിയായി വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.